എല്ലാവർക്കും പ്രേമാസ് ഫുഡ് മെസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് റവ കൊണ്ടുള്ള ഒരു പലഹാരമാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതും ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഇതിൽ ചേർത്തിട്ടുള്ള ഫില്ലിങ് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ്. ഇത് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാലിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാ നോർമൽ വെള്ളം ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിപ്പോഴും ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇത് മിക്സായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു ടേസ്റ്റിനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരത്തിന് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും ചൂടായി വന്ന കടായിലേക്ക് 1 കപ്പ് നിലക്കടല പീനട്ടാണ് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇത് റോസ്റ്റായിട്ട് വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരും, അതുപോലെ തന്നെ ഒന്ന് പൊട്ടി വരും. ആ സമയത്ത് ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്, ഇനി മാറ്റി വെക്കാം. അടുത്തതായിട്ട് അതേ കടായിൽ തന്നെ 1 കപ്പ് പൊട്ടുകടലയാണ്, ചട്നി കടല. ഇതും നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷമാണ് ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കാം. ഇത് ഒന്ന് കുക്കായിട്ട് വരുന്ന സമയത്ത് ഒരു സ്മെല്ലും വരും, അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വരും. ആ സമയത്ത് നമുക്കിത് തണിയാനായിട്ട് മാറ്റി വെക്കാം. തണിഞ്ഞതിന് ശേഷം പൊടിച്ചെടുക്കണം. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ശർക്കരപ്പാനി തയ്യാറാക്കാം. അതിനായിട്ട് 1 കപ്പ് പൊടിച്ച ശർക്കരയിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് മെൽട്ടായിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പൊടിച്ച ശർക്കര ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മെൽട്ടായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽട്ടായി പാനി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ചൂടായി വന്ന കടായിലേക്ക് ശർക്കരപ്പാനി അരിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത് തണിഞ്ഞതിന് ശേഷം പൊടിച്ചെടുത്ത ചട്നി കടല, പൊട്ടുകടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ശർക്കരപ്പാനിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് മിക്സായിട്ട് കിട്ടും. ഇതിപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ടാമതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പീനട്ട് നിലക്കടല പൊടിച്ചെടുത്തതാണ്. നിലക്കടല നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് കടിക്കാനായിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയേ ചെയ്തിട്ടുള്ളൂ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരേണ്ട ആവശ്യമില്ല, ചെറിയ ഒരു നനവോട് കൂടി തന്നെ വേണം ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിനായിട്ട് ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഇത് നമുക്ക് മാറ്റി വെക്കാം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഹാർഡായി പോകും. ഇനി ഇത് മാറ്റി വെക്കാം. ആദ്യം നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് വെച്ച റവ ഇപ്പോൾ നന്നായിട്ടൊന്ന് സോക്കായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. 1.5 കപ്പ് റവക്ക് 2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തത്. അത് നല്ല കറക്റ്റായിരുന്നു. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് നമ്മുടെ ബാറ്റർ കിട്ടേണ്ടത്. ഇനി ഞാൻ ഇതേപോലുള്ള ബൗളിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഇതിൽ നന്നായിട്ടൊന്ന് നെയ്യൊന്ന് ഗ്രീസ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എല്ലാ ബൗളിലേക്കും നെയ്യൊന്ന് ഗ്രീസ് ചെയ്തിട്ട് എടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നിങ്ങളുടെ പാത്രത്തിനനുസരിച്ച് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം അത് കവർ ചെയ്യാനായിട്ട് അടുത്തതായിട്ട് അതിൻ്റെ മുകളിലായിട്ട് റവയുടെ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇതിൽ നമ്മൾ പൊങ്ങി വരാനായിട്ട് ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പൊങ്ങി വരുമൊന്നുമില്ല, പക്ഷെ എന്നാലും ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. സ്റ്റീമർ ചൂടായിട്ടുണ്ട്. ചൂടായി വന്ന സ്റ്റീമറിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. വൈകുന്നേരമൊക്കെ കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കുകയും ചെയ്യാം. അവർ നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും. ഞാനിതിപ്പോൾ ഒരു ട്രിപ്പ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് 10 മിനിറ്റ് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം. 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലാക്കിയിട്ട് വെച്ചതിന് ശേഷം 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ടാണ് ഞാനിത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ടൂത്ത് പിക്ക് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്.
ഇതിപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തണിയാനായിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം മാത്രം ഇത് നമുക്ക് എടുക്കാവുന്നതാണ്. നന്നായിട്ട് തണിഞ്ഞ് വരുമ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് വിട്ട് കിട്ടും. അപ്പോൾ ഇതൊന്ന് 2 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് പൊങ്ങി വന്നിട്ടില്ല. പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.